വൃദ്ധി ഒരു കാര്യം വെച്ചോട്ടെ, സ്നേഹ എണീറ്റ് വാ. ഇന്നലെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞ് വെറുപ്പിച്ച കാര്യം എന്താ? 5 പേരിൽ അതെ, ഇന്നലെ എന്നെ റേഡിയോ മാംഗോയിൽ നമുക്കിന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു കോളേജിൽ. അതിന് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കടന്ന് തുള്ളി ചാടുമായിരുന്നു. അതാണ് മക്കളെ, ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പോയ പാട് എന്തൊക്കെ പറയണം ഏതൊക്കെ പറയണമെന്ന് ഞങ്ങൾ തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്തു. നമ്മുടെ സെൻറ്റർ ഫോർ കരിയർ ഡെവലപ്മെൻറ്റ് ഭാഗമായിട്ടൊരു പ്രോഗ്രാം നമ്മുടെ ആർജിക്ക് എത്തിയിട്ടുണ്ട്. ഇവരാണ് ആൾക്കാർ. നമ്മൾ ലിഫ്റ്റിലൂടെ ആദ്യമായിട്ട് ഞാൻ ലൈബ്രറി കണ്ടു ഗൈസ്. അങ്ങനെ നമ്മൾ ലൈബ്രറി എത്തി. അവിടെ നിന്ന് കുറച്ച് അന്താരാഷ്ട്ര ചർച്ചകളൊക്കെ അവർ ഇവിടെ തൃശ്ശൂർ തന്നെ ഏറ്റവും വലിയ ലൈബ്രറി എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ എത്തി. ഇത് ഏതാടാ ഈ സ്ഥലം എന്ന് നമ്മൾ ആനന്ദയിലായിരുന്നു ഞാനിവിടെ ഉണ്ടെന്ന്. ഞാനും ആദ്യമായിട്ട് ഇതൊക്കെ കാണണേ. പിന്നെ നമ്മുടെ കവിപ്രതിഭ അവിടെ കയറിയിട്ടും നമ്മൾ കുറേ നേരം ഡിസ്കസ് ചെയ്ത് ഈസിയൊക്കെ ഒന്ന് തണക്കണം വരെ ചായ കുടിക്കാൻ പറഞ്ഞു. ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ വർത്താനം തുടങ്ങി. അവനവിടെ അവൻ്റെ വയറിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ വയറുള്ളിൽ ഒതുക്കി പിടിച്ച് ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ചായയും കട്ട്ലേറ്റും ആത്താക്കിയത്. ഇത് ഞങ്ങളുടെ കോളേജ് തന്നെയാണോ? ചേടാ എന്ത് ലുക്കാതെന്നറിയോ. പിന്നെ നമ്മൾ അങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞ റെക്കോർഡിങ്സൊക്കെ നൈസായിരുന്നു. ആദ്യമായിട്ട് തന്നെ ഇങ്ങനത്തെ റെക്കോർഡിങ്സ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എന്തൊക്കെയോ ആയിരുന്നു. പിന്നെ ഈ പരിപാടി നമ്മുടെ വൃദ്ധി നടക്കുന്നുണ്ടാട്ടോ ഇത്രയും അടിപൊളി പരിപാടീസായിട്ട് ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അവരവരുടെ പരിപാടി കഴിഞ്ഞ് നൈസിന് തിരിച്ചു പോയി. അപ്പം ഇത്രയ്ക്കേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ നൈസ്.